ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ വെച്ച് കഴിഞ്ഞ ദിവസം CPM-ന്റെ ഒരു നേതാവിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. BJP-യുടെ പ്രവർത്തകർ മാർച്ച് നടത്തിയപ്പോൾ ആ മാർച്ച് നടത്തിയതിനിടയിലേക്ക് കയറി ഞങ്ങളെ ഉപദ്രവിച്ച് ആക്രമിച്ച് ഞങ്ങളെ എതിർക്കാൻ ശ്രമിച്ച ആളുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്നത്തെ അക്രമം ഒരു വാളമാണ്. ശരിയായ അക്രമം ഈ മധുസൂദനെതിരായിട്ട് നിലപാടെടുത്താൽ സകല എണ്ണത്തിനെയും ഞങ്ങൾ ആക്രമിക്കുമെന്ന DYFIയുടെ നേതാവ് പറഞ്ഞത്. എന്റെ പൊന്നു DYFI, CPM നേതാക്കളെ, നിങ്ങൾക്ക് വീട്ടിലിരുന്നും വാണം വിടേണ്ടി വരും, അല്ലാതെ നാട്ടിലിറങ്ങിയിട്ട് നിങ്ങൾക്ക് BJP-യെ തൊടാൻ കഴിയില്ല. ഭാരതീയ ജനതാ പാർട്ടി തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. നിങ്ങളെ അത് പേടിപ്പിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങള് വെല്ലുവിളിച്ച സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങളുടെ ഫണ്ട്, ഞങ്ങളുടെ രക്തസാക്ഷി ഞങ്ങൾ എടുത്തു, നിങ്ങൾക്ക് എന്താ BJP-ക്കാരേതാ? MV ഗോവിന്ദൻ എടുത്താൽ ഞങ്ങൾ സമരം ചെയ്യാൻ വരില്ല. ജയരാജൻ എടുത്താലും ജയരാജന്മാർ മൊത്തം എടുത്താലും ഞങ്ങൾ സമരം ചെയ്യാൻ വരില്ല. കാരണം അവരൊക്കെ ഇഷ്ടംമാരി എടുക്കുന്നുണ്ട്, ഞങ്ങൾ ആരും സമരം ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ സമരം ചെയ്തത് MLA-യുടെ പേരിൽ ഗുരുതരമായ ആരോപണമുണ്ടായതുകൊണ്ടാണ്. കോൺഗ്രസിലെ ഒരു പ്രവർത്തകയെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിലാണല്ലോ DYFIക്കാര് നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരായിട്ട് രംഗത്ത് വന്നത്. അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്തതിന്, അതുപോലെ തന്നെയാണ് ഒരു MLA, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു MLA ഫണ്ട് മോഷ്ടിച്ച് സ്വന്തം സഖാക്കന്മാർക്ക് വിതരണം ചെയ്തും ഗുണ്ടകളെ പരിപോഷിപ്പിക്കാനും ഒരു പാവം ഒരു രക്തസാക്ഷിയുടെ കുടുംബത്ത് കൊടുക്കേണ്ട ഫണ്ട്, ആ ഫണ്ട് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മധുസൂദനൻ ശരിയായ ശവന്തീനിയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയേണ്ടി വരും. ഈ ശവന്തീനി രാഷ്ട്രീയമാണ് ഇന്നത്തെ CPM-ന്റെ രാഷ്ട്രീയം. ഇവർ സഖാക്കന്മാരെ രക്തസാക്ഷികളാക്കുന്നു, ഇവര് ആ രക്തസാക്ഷിയിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കുന്നു, ആ ഫണ്ട് കൊള്ളയടിക്കുന്നു. ഇതാണ് അവരുടെ സമീപനം. അതുകൊണ്ട് ഞങ്ങളുടെ ഫണ്ട്, ഞങ്ങളുടെ സഖാവ്, ഞങ്ങൾ കൊള്ള ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ MLA-ക്ക് അതിനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, സ്വന്തം സഖാക്കന്മാർ തന്നെ കൃത്യമായി ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം നിഷേധിച്ചിട്ടില്ല. KK രാഗേഷ് ഇന്നലെ പറഞ്ഞത് 2002-ൽ ഞങ്ങൾ ഒത്തുതീർപ്പാക്കിയതെന്നാണ്. ഫണ്ട് മോഷ്ടിച്ചിട്ടില്ല, ഫണ്ട് തട്ടിപ്പെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. റെസീപ്റ്റ് ബുക്കിൽ എഴുതിപ്പോയത് തെറ്റാണ്, അതുകൊണ്ട് ഓഫീസ് സെക്രട്ടറിക്കെതിരായിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തത് എന്നാണ് രാഗേഷ് പറഞ്ഞത്. അതിന്റെ അർത്ഥമല്ല, അതിന്റെ അർത്ഥം ഈ രക്തസാക്ഷിയുടെ പടിരാജ് എന്ന് പറഞ്ഞ സഖാവിന്റെ ആ ഫണ്ട്, സഖാവ് രക്തസാക്ഷി ഫണ്ട് ഇവര് മോഷ്ടിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. തൊഴിലാളി വർഗ സർവാധിപത്യമാണ് കമ്മ്യൂണിസവും മാർക്സിസവും. പക്ഷെ ഇവിടെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് പകരം തൊഴിലാളി വർഗത്തെ മറന്ന് പാർട്ടി വർഗ സർവാധിപത്യമായി മാറിയിരിക്കുകയാണ്. ആരാ പാർട്ടി? പാർട്ടി എന്ന് പറഞ്ഞ ഈ മധുസൂദനനെ പോലെയുള്ള തെമ്മാടികളാണ് ഇന്നത്തെ CPM എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുകയാണ്, MV ഗോവിന്ദൻ മാഷ്ക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധൈര്യമുണ്ടോ? രക്തസാക്ഷി ഫണ്ടുകൾ, CPM-ന്റെ രക്തസാക്ഷി ഫണ്ടുകളെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുക. ധൈര്യമല്ലോ. കാരണം ഒരു സഖാവ് തന്നെയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. രക്തസാക്ഷിയുടെ ഫണ്ട് ശവന്തീനി മധുസൂദനൻ അടിച്ചു മാറ്റിയത് പറഞ്ഞത് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. നിങ്ങൾ BJP-ക്കാരല്ല പറഞ്ഞത്, കോൺഗ്രസ് അല്ല പറഞ്ഞത്. അത് പറഞ്ഞത് ഒരു രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷിയുടെ ഫണ്ട് പറഞ്ഞത് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, കുഞ്ചകൃഷ്ണൻ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബോർഡ് കണ്ടു, ഇയാൾ ഒറ്റുകാരനാണ്.
ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, സത്യം പറഞ്ഞവനെ ഒറ്റുകാരൻ എന്നാണോ CPM വിളിക്കുന്നത് എന്നാണ് BJPക്ക് ചോദിക്കുവാനുള്ളത്. ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന് ഈ കണ്ടകാലം പ്രവർത്തിച്ച ഒരു മനുഷ്യൻ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അവനെ ഒറ്റുകാരനായി ചിത്രീകരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ഇന്നലെ കഴിഞ്ഞ ദിവസം കുഞ്ഞികൃഷ്ണന്റെ വീടിന്റെ മുമ്പിൽ പടക്കം പൊട്ടിച്ചാൽ പേടിച്ചു പോകുന്ന ആളാണോ കുഞ്ഞികൃഷ്ണൻ എന്നെനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ പടക്കം പൊട്ടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പ്രകടനത്തിൽ പങ്കെടുത്ത ഒരാളുടെ ബൈക്ക് കത്തിച്ചു. എന്ത് മര്യാദയാണോ ഈ നടക്കുന്നത്? നിഷാദ് എന്ന് പറയുന്ന DYFയുടെ നേതാവ് 20 കൊല്ലം ശിക്ഷിക്കപ്പെട്ട, പോലീസുകാരെ ആക്രമിച്ച് 20 കൊല്ലം ശിക്ഷിക്കപ്പെട്ട ആ നിഷാദിനെ കൊണ്ടുവന്ന് അത് പരോളിൽ വന്ന് കോടതിയുടെ നിയമപ്രകാരം പരോളിൽ വന്ന ആളുകൾ ഒരു കാരണവശാലും പരോൾ വിട്ട് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ വിട്ട് വെളിയിൽ പോകാൻ പാടില്ല, പ്രകടനത്തിൽ പങ്കെടുക്കാൻ പാടില്ല. ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് നിഷാദിനെതിരെ കേസെടുക്കണം. നിഷാദ് കുഞ്ഞികൃഷ്ണനെതിരായിട്ടുള്ള പ്രകടനത്തിൽ പങ്കെടുത്തു, അത് നിയമവിരുദ്ധമാണ്. കേരള ആഭ്യന്തരമന്ത്രിക്ക് നിഷാദിനെതിരെ കേസെടുക്കാൻ തയ്യാറുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്ന ചോദ്യം ഇതാണ്. എന്തും ചെയ്യാം, ഇത് എന്തും ചെയ്യാം, ഇത് കണ്ണൂരാണ്, എന്തും ചെയ്യാം, എന്ത് ചെയ്താലും ആരും ചോദിക്കില്ല. ഇത് പയ്യന്നൂർ ഇവിടെ വെച്ച ബോർഡിന്റെ ലക്ഷണം കണ്ടാൽ മറ്റൊരു TP ചന്ദ്രശേഖരനായി ഈ കുഞ്ഞികൃഷ്ണൻ മാറാനിടയുണ്ട് എന്ന് ഞാൻ ന്യായമായി സംശയിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒരു കാര്യം പറയുന്നു, ഒരു കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ കുഞ്ഞികൃഷ്ണൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സത്യം തുറന്നു പറഞ്ഞത്. ഇങ്ങനെ ധാരാളം കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകാര് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണനെ സ്വീകരിക്കാൻ അവർ പോയത്, കുഞ്ഞികൃഷ്ണന് അനുകൂലമായി നിലപാട് അവരെടുത്തത്. അവരൊക്കെ എസ്കത്തി കാണിച്ച് പേടിപ്പിച്ച് TP ചന്ദ്രശേഖരനാക്കാൻ ശ്രമം നടത്തുകയാണെങ്കിൽ കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ളവരെ സംരക്ഷിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വരുമെന്ന് പരസ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞികൃഷ്ണന് CPM-ൽ രക്ഷയില്ല, കോൺഗ്രസിൽ പോയിട്ട് ഒരു കാര്യവുമില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന ആകെ എന്താ പറയാ, നടക്കാനും ഇരിക്കാനും കേൾക്കാനും പറയാനും ഓർമ്മിക്കാനും കഴിയില്ലാത്ത സുധാകരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ പാർട്ടിയിൽ. അതുകൊണ്ട് സുധാകരന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതെന്ത് ജീവിതത്തിൽ ഇന്നുവരെ CPM-ന് മാത്രം വോട്ട് ചെയ്ത റംഷാദ് എന്ന് പറയുന്ന ആ മനുഷ്യനെ ഞാനിത് അയാളെ ഫേസ്ബുക്കിൽ കണ്ടു. അയാളെ തെറിയോട് തെറിയ, അയാൾ അവസാനം അയാൾ BJP-ക്കാരെ വിളിച്ചിരിക്കാൻ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ റംഷാദ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആകെ കോൺഗ്രസുകാരുടെ കൂടെ നിന്ന് സുധാകരന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ ഇവർക്ക് എന്തും ചെയ്യാം, ഇവരോട് ആരും ചോദിക്കില്ല, ഇവർക്ക് എന്തു വേണേലും ചെയ്യാം, അങ്ങനെ എന്തു വേണേലും ചെയ്യാം എന്നൊരു സമീപനമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണപുരത്ത് ശ്യാമപ്രസാദിനെ ഹൈക്കോടതിയുടെ ഓർഡറുണ്ട്. ശ്യാമപ്രസാദിന്റെ ബന്ധം ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ കൊന്ന ശ്യാമപ്രസാദ് എന്ന് പറഞ്ഞ ആ യുവാവിന്റെ മരണം, അതിന് ആ കൊലപാതകം, അതിന് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെക്കണം. സംസ്ഥാന ഗവൺമെന്റ് നിരസിച്ചു. ശ്യാമപ്രസാദിന്റെ അമ്മ ഷൈബ ഹൈക്കോടതിയിൽ പോയി ഓർഡർ മേടിച്ചു. പക്ഷെ ഹൈക്കോടതി ഓർഡർ മേടിച്ചിട്ടും അത് കൊടുക്കാനും വെക്കാനും ഇതുവരെ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. അതേസമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാലെ, ഇസ്ലാമിസ്റ്റുകളുടെ പിന്നാലെ അവർക്ക് ഓശാരമാടുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന് അധികകാലം ആയുസില്ല. എങ്ങനെയാണെന്ന് മധുസൂദനൻ കക്കാതിരിക്കുക? മോഹൻലാൽ തന്നെ പറഞ്ഞുപോയില്ലേ, കക്കല് കള്ളൻ. ഇന്ത്യയിലുള്ള ഇന്റർനാഷണൽ കള്ളനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വരും എന്നുള്ളതിൽ ഓരോ സംശയമില്ല. കള്ളന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്റർനാഷണൽ കള്ളന്മാര് ആദ്യമായിട്ടാണ്. കേരള മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള
ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഇപ്പൊ ശബരിമലയിൽ കയറി അവിടെ കട്ടു. ഇന്ന് പ്രശാന്ത് 2025 സെപ്റ്റംബർ 7-ാം തീയതി പ്രശാന്ത് എന്തിനാണോ കട്ടിള ഉരുപ്പടികൾ ശബരിമലയ്ക്ക് വെളിയിൽ കൊണ്ടുപോകുന്ന ഉത്തരവില്ല, ഒരു ഉത്തരവുമില്ല. പത്മകുമാർ സഖാവ് ജയിലില്, വാസു സഖാവ് ജയിലില്, സഖാക്കന്മാർ കൂട്ടത്തോടെ ജയിലില്. അപ്പോ തന്ത്രിയെ പിടിച്ച് മന്ത്രിയെ രക്ഷിക്കാനാണ് നോക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, നിങ്ങൾ എത്ര രക്ഷിച്ചാലും ശരി, മന്ത്രിയും ഇരുമ്പഴിക്കുള്ളിലാകുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. കടകംപള്ളിയെ രക്ഷിക്കാനാ പിണറായി നോക്കുന്നത്. കാരണം കടകംപള്ളി തെറ്റാൽ പിണറായി പെടും. അപ്പൊ പിണറായി പെടാതിരിക്കാൻ കടകംപള്ളിയെ രക്ഷിക്കുക. അപ്പോ SIT കടകംപള്ളിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ, പിണറായി കടകംപള്ളിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ, കട്ട മുതല് അത് ആർക്കൊക്കെ ഭാഗം വെച്ചു എന്ന് അന്വേഷണം മുന്നോട്ട് നീങ്ങുമ്പോ ഇവരൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ശബരിമലയിലെ വെട്ടിപ്പ് സഖാക്കന്മാരുടെ വെട്ടിപ്പ്. ആരാണ് സ്വർണം കട്ടത്? സഖാക്കന്മാരാണ്. അയ്യപ്പ, അത് സഖാക്കന്മാരെന്നുള്ളത് മാറ്റണം. ആരാണ് സ്വർണം കെട്ടത്? അയ്യപ്പ, മന്ത്രിയും പിണറായിയും മറ്റേ സകല ആളുകളും ചേർന്നാണ് സ്വർണം കെട്ടത്. വെറും സഖാക്കന്മാരെ പറയല്ലേ, മന്ത്രി സഖാവാണ് സ്വർണം കെട്ടത് എന്ന് തിരുത്തി പറയേണ്ട സമയമായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മധുസൂദനൻ നടത്തിയ ഈ രക്തസാക്ഷി തട്ടിപ്പുണ്ടല്ലോ, ആ തട്ടിപ്പ് ഇവിടെ മാത്രമല്ല, മൊത്തത്തിൽ തട്ടിപ്പാണ്. മൊത്തത്തിൽ തട്ടിപ്പ് നടത്തുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. അത് ജനങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇവന്മാരെ മുഴുവൻ അടിച്ചു പുറത്താക്കിയത്. RSS നിരോധിത മേഖല എവിടെയാ? ചിറ്റാരിപ്പറമ്പ്, കണ്ണൂരാണിത്. കണ്ണൂർ RSS നിരോധിത മേഖല. പക്ഷെ തെരഞ്ഞെടുപ്പില് ആ നിരോധിത മേഖലയിൽ ജയിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഒരു സീറ്റേ ഉള്ളൂ. മതി. ഇതിനേക്കാൾ വലിയ നിരോധിത മേഖല പ്രഖ്യാപിച്ച ബംഗാളില് സഖാക്കന്മാരിപ്പം പൊറോട്ട അടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ MA ബേബി ഉണ്ടല്ലോ, എല്ലാ വീട്ടിലും പോകുമ്പോൾ പാത്രം കഴുകുക. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഒരു റിഹേഴ്സലാണ് MA ബേബിയുടെ പാത്രം കഴുകല് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ പിണറായിയും ഈ MA ബേബിയും എല്ലാം ചേർന്ന് സഖാക്കന്മാരുടെ വീടുകളിൽ പോയി പാത്രം കഴുകി ജീവിക്കേണ്ട അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ മാറാൻ പോകുകയാണ്. നിങ്ങൾ വിചാരിച്ചാലും ഞങ്ങളെ തടയാൻ പറ്റില്ല മക്കളെ. സഖാക്കന്മാരുടെ വിചാരം, ഈ പിണറായിയുടെ കൂട്ടരെയൊക്കെ വിചാരം, ജയരാജന്റെ ഒക്കെ വിചാരം BJP ഒക്കെ തടയാന്ന്. BJP തടയാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങളൊക്കെ വലിയ തമ്പുരാന്മാർ 35 വർഷം ഭരിച്ച ബംഗാളില് ഇന്ന് BJP അധികാരത്തിലേക്ക് വരാൻ പോകുകയാണ്. നിങ്ങൾ ഭരിച്ച ത്രിപുരയില് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കേരളം നിങ്ങളുടെ കയ്യിലെ കള്ളന്മാരുടെ കയ്യിലാണെങ്കിൽ നാളത്തെ കേരളം BJP, ഈ കേരളത്തെ സംരക്ഷിക്കുന്ന പോലീസ് BJPയുടെ കൺട്രോളിലായിരിക്കും, കയ്യിലായിരിക്കും. നിയമം നടപ്പാക്കുന്ന, നീതി നടപ്പാക്കുന്ന, ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന, ഫണ്ട് കക്കാത്ത, അഴിമതിയില്ലാത്ത ഒരു ഭരണകൂടമാണ് കേരളത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അധികാരത്തിൽ വരാൻ പോകുന്നത്. ഞങ്ങളെ ഇല്ലാതാക്കുക, BJP ഇല്ലാതാക്കുക, അതിന് ഇടതും വലതും ഒരുമിച്ച് ചേരുക. ഞാൻ ഇടതിനെ കുറിച്ച് പറയുമ്പോൾ വലതിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. മോഡി സതീശൻ എന്നാ പറയുന്നത് BJP തോപ്പിക്കണം. അതിനെന്താ ചെയ്യാ? പാകിസ്ഥാനുമായി സഖ്യം ചെയ്യാം. പാകിസ്ഥാനുമായി സഖ്യം ചേരുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ചേരുന്നത്? മതരാജ്യമുണ്ടാക്കാൻ വേണ്ടിയാണ്, മതരാജ്യമുണ്ടാക്കാൻ വേണ്ടിയാണ് VD സതീശൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് മതമാണ് 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 എന്ന് പറഞ്ഞ പാർട്ടിയാണല്ലോ ലീഗ്. ആ ലീഗിന് വെള്ളപൂശി മതേതരത്വമാക്കുക. ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ച, ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ പിടിക്കുക. കോൺഗ്രസ് മതരാജ്യം സൃഷ്ടിക്കുമ്പോ മാർക്സിസ്റ്റ് പാർട്ടി കളവും കൊള്ളയും കക്കലും നടത്തി ഈ കേരളത്തെ ചൂഷണം ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിനെതിരായി ഈ രണ്ട് മുന്നണികൾക്കുമെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി.
ഞാൻ അഭിമാനത്തോടെ പറയുന്നു, സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി 10 വർഷം സ്വന്തം ചിഹ്നത്തിൽ നിന്ന് ജയിച്ച് സ്വന്തം ചിഹ്നത്തിൽ ഭൂരിപക്ഷം നേടിയ അധികാരത്തിൽ 10 വർഷം ഭരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്രമോദി എന്ന് അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് BJP. അതുകൊണ്ട് കൊള്ളയ്ക്കും ഈ കക്കലിനുമെതിരായിട്ട്, മതരാജ്യത്തിനെതിരായിട്ട് ഈ മധുസൂദനെ പോലെയുള്ള ശവന്തീനികളെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ ശവന്തീനിയായ മധുസൂദനൻ രാജിവെക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ, ശവന്തീനിയായ മധുസൂദനെതിരെ ധൈര്യമുണ്ടോ അന്വേഷണം പ്രഖ്യാപിക്കാൻ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് CPM-ന്റെ മുഴുവൻ സാക്ഷി ഫണ്ടും ഓഡിറ്റിന് വിധേയമാക്കണം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശവന്തീനി മധുസൂദനെതിരായിട്ട് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾ സംഘടിക്കണം. അതിശക്തമായ പോരാട്ടത്തിന്റെ തുടക്കമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഞങ്ങളെ അക്രമത്തിലൂടെ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രീകരണമാണ്. സമ്പത്ത് എവിടെ വന്നാൽ ആ സമ്പത്തിലേക്ക് കേന്ദ്രീകരിക്കുക. സമ്പത്തിന്റെ കേന്ദ്രീകരണം, അധികാരത്തിന്റെ കേന്ദ്രീകരണം അത് 4, 3, 7 പേരിൽ മാത്രമാകുക. അതാണ് കമ്മ്യൂണിസം, ലോകം മുഴുവനുമുള്ള കമ്മ്യൂണിസം. അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ ജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചവിട്ടി പറമ്പിലേക്ക് തള്ളിയത്. ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവനുമെന്ന് ലോക ജനത തള്ളി അവരെ ചവിറ്റുകൊട്ടയിലേക്ക് മാറ്റി. അതിന് കാരണം അധികാര കേന്ദ്രീകരണമാണ്. സമ്പത്ത് കേന്ദ്രീകരിക്കുക. ഈ കേരളത്തിലേക്ക് വരുമ്പോ നാട്ടിലെ സമ്പത്ത് മാത്രമല്ല, ശബരിമലയിലെ സമ്പത്ത് മാത്രമല്ല, ക്ഷേത്രങ്ങളുടെ സമ്പത്ത് മാത്രമല്ല, നാട്ടുകാരുടെ ട്രഷറിയിലെ നികുതിയുടെ സമ്പത്ത് മാത്രമല്ല, രക്തസാക്ഷിയുടെ സമ്പത്ത് അധികാര കേന്ദ്രീകരണത്തിന്റെ പേരിൽ തട്ടിയെടുക്കുന്ന ഒരു ഭരണകൂടമാണ് നിലവിലുള്ളത്. ആ ഭരണകൂടത്തിനെതിരെ, ആ MLA-ക്കെതിരെ, ആ സഖാക്കന്മാർക്കെതിരെ, ഈ സഖാക്കന്മാർക്കെതിരായി പോരാടുന്ന, ഈ ശവന്തീനി സഖാക്കന്മാർക്കെതിരായി പോരാടുന്ന ഈ CPM-ന്റെ ഉള്ളിലുള്ള സത്യസന്ധരായ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിക്കും, മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയും ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ, അവർക്ക് വേറൊരു ലക്ഷ്യവുമില്ല. അവരെ ഭാരതീയ ജനതാ പാർട്ടി, നിങ്ങൾക്ക് കോൺഗ്രസ് പോയിട്ട് കാര്യമില്ല, നിങ്ങൾ CPM-ൽ നിന്നിട്ട് കാര്യമില്ല, ഇതൊക്കെ കള്ളന്മാരില്ല. കള്ളന്മാരല്ലാത്ത നരേന്ദ്രമോദി നയിക്കുന്ന ഈ പ്രസ്ഥാനം, അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോട് മധുസൂദനെതിരായ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം അണിനിരക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു. വന്ദേ ഭാരതം.